Hello dear children, today we have discussing a new example to have dinner, to prepare a dinner. Okay, what are the steps to having a dinner? Okay, so what we have to think about what you have to prepare for the dinner. ഫസ്റ്റ് ഓഫ് ഓൾ അല്ലേ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് വൈസ് തിങ്കിങ്ങിൽ വി ക്യാൻ ആദ്യമേ നമ്മൾ ഡിസൈഡ് ചെയ്യണം എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് അതിന് സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സീരീസിൽ നമ്മളതിനെ പ്രസൻറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞ ഏത് സിറ്റുവേഷൻ ഏത് ടാസ്ക് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സ്റ്റെപ്പ് വൈസ് തിങ്കിങ്ങിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, യെസ്റ്റർഡേ നമ്മൾ പഠിച്ചു, വി ഹാവ് ഓൾറെഡി സ്റ്റഡി addition of two numbers. Okay, so for preparing dinner, having a dinner, analyzing the task, identifying first നമ്മൾ എന്ത് വേണം, അനലൈസിങ് ദ ടാസ്ക്. ഓക്കെ, ടാസ്ക് നമ്മൾ എന്താ വി ഹാവ് ടു അനലൈസ് ദ ടാസ്ക്. എന്താണ് സിമ്പിൾ സ്റ്റെപ്സ് ആയിട്ട് വി ഹാവ് ടു ഡു. ഓക്കെ, ഫസ്റ്റ് എന്താ ഡിസൈഡ് വാട്ട് ഈസ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദ ഡിന്നർ. ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ, അറേഞ്ച് ദ വെജിറ്റബിൾസ്, കട്ട് ദ വെജിറ്റബിൾസ് ആൻഡ് കുക്ക് ദ വെജിറ്റബിൾസ് ആൻഡ് സെർവ് ദ ആൻഡ് എൻജോയ് ദ ഡിന്നർ. ഓക്കെ, തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു വെജിറ്റബിൾ കുക്ക് ചെയ്യുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. സോ വി ക്യാൻ കുക്ക് ദ റൈസ് ഓൾസോ. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ സ്റ്റെപ്സ്. ബ്രേക്കിംഗ് അപ്പ് ദ ടാസ്ക്. ഇഫ് യു ഫർദർ ബ്രേക്ക് ദ സ്റ്റെപ്സ്, നമ്മൾ ഇഫ് യു വാണ്ട് ടു ഫർദർ എന്ന് ഇനിയും നമുക്ക് സ്റ്റെപ്സ് വേണമെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റെപ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. യു ക്യാൻ യു ക്യാൻ റൈറ്റ് ദ എൻറ്റയർ റെസിപ്പി അണ്ടർ സ്റ്റെപ്പ് 4. അത് കുക്ക് ദ വെജിറ്റബിൾസ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ സ്റ്റെപ്സ് കൂട്ടി നമുക്ക് നോക്കാം, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. സോ സലാഡ് മേക്കിംഗ് ആണോ, ഓക്കെ, ഡെക്കറേറ്റിംഗ് ഓർ സെർവിങ് സ്റ്റെപ്സ് ക്യാൻ ബി മെൻഷൻ അണ്ടർ. നമുക്ക് സെർവ് ചെയ്യുമ്പോൾ വി ക്യാൻ സെർവിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഫുഡ് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ ബ്രേക്കിംഗ് ഓഫ് ദ ടാസ്ക്. വി ക്യാൻ ബ്രേക്ക് അപ്പ് ദ ടാസ്ക് ഓഫ് കുക്കിംഗ്. ഏതൊക്കെയാണ് സലാഡ് വേണോ, ഡെക്കറേഷന് വേണ്ടി വെജിറ്റബിൾസ് വേണോ, ഓക്കെ, we can decide. Okay, then next is predicting possible situation. So we have to check in advance, predicting the possible situation. Check in advance whether all the ingredients are available for preparing the dish. നമ്മൾ ഡിന്നറിനുള്ള ഡിഷ് പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കറിയാം അല്ലേ, എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളുണ്ടോ എന്ന് we can check. So these are the stepwise thinking to having a dinner. Okay, next is crossing different tasks we can do. Next we can just learn about how to crossing a road. What are the steps we have to follow while crossing the road? Okay, suppose you are സ്കൂളിലോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ on the other side of the road. Now you need to cross the road to reach your school. നിങ്ങൾ സ്കൂളിൽ വരുമ്പോൾ നമുക്കറിയാം you have to cross the road. Okay, this is again simple task. അപ്പോൾ നമ്മളിതാണ് ക്രോസിങ് ദ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ we are on the other side, we have to cross the road to reach the school. Okay, then what are the steps we have to follow? Analyzing and predicting the task അല്ലേ, അനലൈസിങ് ആൻഡ് പ്രഡിക്റ്റിംഗ് ദ ടാസ്ക്. എന്തൊക്കെയാണ്, സ്കൂൾ ഈസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദി റോഡ് ആണോ, വി ഹാവ് ടു ഐഡൻറ്റിഫൈ അല്ലേ. ദെൻ ക്രോസ് ത്രൂ സീബ്ര ലൈൻസ് ഓൺലി വെൻ സിഗ്നൽ ഈസ് റെഡ്. സിഗ്നൽ റെഡ് ആകുമ്പോൾ മാത്രം വി ഹാവ് ടു ക്രോസ് ദ റോഡ്. നമുക്കറിയാം സീബ്ര ലൈൻസ് ആർ ദെയർ. ദീസ് ആർ ദ സീബ്ര ലൈൻസ്. സീബ്ര ലൈൻസിൽ കൂടെ മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ. നമുക്കറിയാം വൈൽ ക്രോസിങ് ദ റോഡ് ദിസ് is a zebra line. See, നമുക്ക് ഇങ്ങനെ ഒരു ക്രോസ് കിട്ടി ഒരു റോഡിന്
നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോർഷനാണ്. ദാറ്റ് ഇസ് സീബ്ര ലൈൻ. ദാറ്റ് ഇസ് കോൾഡ് predicting the possible situation. It may happen that the signal is red but vehicles are still running on the road. You cannot cross the road in such situation. So sometimes the vehicle will be still running on the road even if the signal is red. Okay, so അപ്പം നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ലേ. നമുക്ക് വെഹിക്കിൾസ് അങ്ങനെ പാസ് ചെയ്യുവാണെങ്കിൽ വി ഷുഡ് നോ ദാറ്റ് വി ഷുഡ് നോട്ട് ക്രോസ് ദ റോഡ്. യു കനോട്ട് ക്രോസ് ദ റോഡ് ഇൻ സച്ച് സിറ്റുവേഷൻസ്. ഓക്കെ, യു ഷുഡ് ഓൾവേസ് ബി കെയർഫുൾ വൈൽ ക്രോസിങ് ദ റോഡ്. അത് നമുക്കെല്ലാം അറിയാം, റൂൾസ് ഓൺ ദ റോഡ്. ഓക്കെ, സോ യു ഹാവ് ടു always be careful while crossing the road. Maybe the signal is about to be green in few seconds. You must be a little quick but careful. അപ്പം നമുക്കറിയാം സിഗ്നൽ റെഡ് ആയിട്ടിരിക്കും, നമുക്ക് വി ക്യാൻ ക്രോസ് ദ റോഡ്. സോ ഇഫ് ഇറ്റ് ഈസ് എബൌട്ട് ടു ഗ്രീൻ, നമുക്കറിയാം ഫ്യൂ സെക്കൻഡ്സ് കഴിയുമ്പോൾ ഗ്രീൻ ആവും അല്ലേ. സെക്കൻഡ്സ് ഇങ്ങനെ നമുക്കറിയാം 25 ആണെങ്കിൽ 24 ആണെങ്കിൽ വി ഷുഡ് ബി വെരി ക്വിക്കായിട്ടായിരിക്കണം നമ്മൾ ക്രോസ് ചെയ്യുന്നത്. അതർവൈസ് ഡോണ്ട് ക്രോസ് ദ റോഡ്. ഓക്കെ, ഇൻ സച്ച് സിറ്റുവേഷൻസ് breaking the task into simple steps. Reach near road signal and stand at zebra crossing. We have to നമ്മൾ നിൽക്കുമ്പോൾ സീബ്ര ക്രോസിങ്ങിൻ്റെ അവിടെ നിൽക്കണം. ഓക്കെ, നോക്കണം അല്ലേ, വാട്ട് ഈസ് ദ സിഗ്നൽ. ഓക്കെ, then reach near the road and wait for signal to be green. അല്ലേ, ഗ്രീൻ ആകുന്നു നമുക്ക് നോക്കണം. വെയിറ്റ് ടു ദ സിഗ്നൽ ടു ബി ഗ്രീൻ. ensure that the vehicles have been stopped. ഗ്രീൻ ആണോ റെഡ് ആവുന്ന നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ. സോ റെഡ് ആകുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം. വെഹിക്കിൾ ടു സിഗ്നൽ ടു ബി red. Ensure that all the vehicles have been stopped. Ensure that all the vehicles have been stopped. എല്ലാ വെഹിക്കിൾസും സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ വി ഹാവ് ടു ചെക്ക്. ഓക്കെ, only when then only we can cross the road through this zebra lines. zebra crossing കൂടെ മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ. So this is the simple steps to cross the road. Okay. And next one more example is there. Okay, we can organizing birthday party. So all of you are celebrating your birthdays. Okay, so this is a big task which requires a lot of planning. We have to be very planned for the birthday party, isn't it? So the probable steps to be organized in the party are analyzing the task. First analyze the task. Make a list of all the things to be done on and to arrange. So we have to decide what are the things we have to do and arrange for your birthday. Arrange all these things and organize the things. Execute the birthday party. So this is the analyze task. And breaking up into, these are the analyzing the task. These are the tasks. Okay, breaking up the task into different steps. Make a list of the invitees. അല്ലേ, ആരെയൊക്കെയാണ് ക്ഷണിക്കേണ്ടത്, ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ് ഇൻവൈറ്റ് ചെയ്തത് ആരൊക്കെയാണ്. ഇൻവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഹു ആർ ദ ഇൻവിറ്റീസ്, ലിസ്റ്റ് ഓഫ് ഇൻവിറ്റീസ്. ഓക്കെ, ആരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണം. ഓക്കെ, ഡിസൈഡ് ദ മെനു ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ടു പർച്ചേസ് ഫോർ ഫുഡ് ഓർ സ്നാക്സ്. സോ ഡിസൈഡ് ദ മെനു അല്ലേ, നമ്മളൊരു മെനു പ്രിപ്പയർ ചെയ്യണം. യു ഹാവ് ടു ബി വി ടു പ്രിപ്പയർ a list what are the things we have to purchase for food and snacks. Make a list of the items to decorate the house. Decorate ചെയ്യാൻ എന്തൊക്കെ വേണം ഡിസൈഡ് ചെയ്യണം അല്ലേ. ആൻഡ് ഡിസൈഡ് the gifts, different or some
for everyone and make a list of that also. റിട്ടേൺ ഗിഫ്റ്റ്സും നമ്മൾ ചിലർ കൊടുക്കും. ബർത്ത്ഡേക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ചിലർ റിട്ടേൺ ഗിഫ്റ്റ്സ് ഓൾസോ ആർ ഗിവിങ്. സോ ബുക്കിംഗ് ദ ബർത്ത്ഡേ കേക്ക് അല്ലേ, യു ഹാവ് ടു ബർത്ത്ഡേ കേക്ക് യു ഹാവ് ടു ഡു ബുക്ക് ചെയ്യണം അല്ലേ, പ്രയർ ടു ദ 1 or 2 days we have to book for the birthday cake. Okay, and any games to be decide the birthday dress അല്ലേ, you have to purchase the dress also അല്ലേ, you have to so arranging all these things. എന്തൊക്കെ നമുക്ക് വേണം നമുക്കൊന്ന് ഓർക്കാം. എന്തൊക്കെയാണ്? make a call or visit your friends or relatives to invite them. So so these are the arrange all the steps. Make a call or visit your friends and relatives to invite them for invitation. Go for shopping for return gifts, decorative items like dresses and all. Book the cake and other items like candles, caps, etc. Okay, buy all the eatables is that I already we have discussed. Snacks, food and all. Go for shopping for your dress and other things related to it, and buy the things or arrange from home if you desire games to be played in the party. So pack organizing the party എന്തൊക്കെ ചെയ്യണം? Organizing the party എന്തൊക്കെ വേണം ഓർഗനൈസ് ചെയ്യാൻ? പാക്ക് ഓൾ ദ റിട്ടേൺ ഗിഫ്റ്റ്സ്, ഡെക്കറേറ്റ് യുവർ ഹൗസ്, ഹെൽപ്പ് യുവർ മദർ ഇൻ കുക്കിംഗ് പ്രിപ്പറേഷൻസ്, കീപ് ദ കേക്ക് റെഡി ഫോർ കട്ടിംഗ്, ഗെറ്റ് റെഡി ഫോർ ദ പാർട്ടി അല്ലേ, ഇതെല്ലാം നമുക്കെന്താ. സോ ആൻഡ് എക്സിക്യൂട്ടിങ് ദ പാർട്ടി എങ്ങനെയാണ്? വെൽക്കം യുവർ ഗസ്റ്റ് അല്ലേ, കട്ട് ദ കേക്ക് ഓൺ ടൈം you have to cut the cake. So these are the steps to be followed on a birthday party. Okay, ഇങ്ങനെ നമുക്ക് എല്ലാ ടാസ്കും നമുക്ക് we can do in analyzing the task, breaking up the task into different steps and arrange all the things. Okay, then organizing the party means organizing the task. Okay, so these are the different steps.